Good morning to all. Good morning, ma'am. Ma'am. Good morning. Good morning. Morning. Okay, start yada. Start with prayer. Okay, start ചെയ്തോളൂ. എന്താണിത് സൈലന്റ് ആണല്ലോ? സ്റ്റാർട്ട് ചെയ്യുന്നില്ല? ഈ പ്രയർ ആരാ ചൊല്ലുന്നതായിരിക്കും കൺഫ്യൂഷൻ. പ്രയർ ഡിറ്റി ഏറ്റിനേനു മിസ്സേ, ഡിറ്റിയാന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ സൈൻ എന്നാ ഞാൻ പാടാം, ഒരു വെറൈറ്റി ആയിരിക്കും. ഓക്കെ. ഒരു ഓക്കെ ഇല്ല, ഞങ്ങൾ പാടിയിരുന്നത് പെട്ടെന്നാവട്ടെ. ആരില്ലെങ്കിൽ ഞാൻ പാടാം. ഓക്കെ. ദൈവമേ, ഞാൻ സവിതേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. ദൈവമേ, ഞാൻ സവിതേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. സർവജ്ഞാനത്താലുറവിടമാം ദേവാ നീ, നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറച്ചിടണമേ. ഞാൻ ചെയ്യും കർമ്മങ്ങൾ നിൻ കൃപയാലേഖനമേ. എന്റെ വീതികളിൽ നീ ദീപമായിടണേ. താങ്ക് യു മാം. Okay, and then തോട്ട് ഓഫ് ദ ഡേ ഞാനാണ് മിസ്സേ, റുബീന. ഞാന് ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ തുളസിയുടെ ഗുണങ്ങളെ കുറിച്ചിട്ടാണ്. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് തുളസി. മിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഏറെ ഗുണകരമായ ഒന്നാണ് തുളസി. തുളസി ചെടിയുടെ ഗുണങ്ങൾ ഏതൊക്കെയെന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കൃഷ്ണ തുളസിയില ചതച്ച് പിഴിഞ്ഞ് തേൻ ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ വിട്ടുമാറാത്ത ജലദോഷത്തിനെല്ലാം പരിഹാരമാകും. പിന്നെ തലവേദനയുള്ള സമയങ്ങളിൽ ചുവന്ന തുളസിയുടെ നീര് നെറ്റിയിൽ പുരട്ടിയാൽ ആശ്വാസം ഉണ്ടാകും. കഫക്കെട്ട് മുതലായവ ഉണ്ടായാൽ തുളസി, ഇഞ്ചി, ഉള്ളി ഇവയുടെ നീര് സമം എടുത്ത് തേനും കൂട്ടി കഴിച്ചാൽ ആശ്വാസം ലഭിക്കും. താങ്ക് യു മിസ്. okay, Rachel. Then സൈനിങ് ഞാനാണ് കേട്ടോ. ഇന്ന് ക്ലാസ് എടുക്കാൻ വന്ന അശ്വതി മിസ്സിന് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ കൂട്ടുകാരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഞാനിന്ന് ഒരു സുഗതകുമാരിയുടെ കവിതയാണെന്ന് ചൊല്ലാൻ പോകുന്നത്. അമ്മ എന്നാണ് കവിതയുടെ പേര് കേട്ടോ. അപ്പൊ കവിത കേൾക്കാം. ഘടികാര ചക്രങ്ങൾ പുലർക്കാലമറിയിച്ച നേരത്തുണർന്നിരുന്നമ്മ, പൂമഞ്ഞു തുള്ളികളെ വെയിൽ കോരി മാറ്റിയതറിഞ്ഞിരുന്നെന്നുമെന്നമ്മ. തീ കൂട്ടി ചായ വെച്ചെന്നെ ഉണർത്തിയ സ്നേഹസ്വരൂപമാണമ്മ. കുന്നോളമുയരും വിൺപുലക്കി വിയർത്തൊട്ടിയ ദേഹമാണമ്മ. അച്ഛൻ വഴക്കടിച്ചകലുമ്പോഴെപ്പോഴും തേങ്ങിക്കരഞ്ഞിരുന്നമ്മ. ഉപ്പില്ല മുളകില്ല കറികൾക്ക് രുചിയില്ല കേട്ടു സഹിച്ചിരുന്നമ്മ. വിദ്യാലയം കഴിഞ്ഞണയുന്ന നേരത്തു വാതിൽക്കലെത്തിയോരമ്മ. വയർ നിറച്ചുണ്ണാതെ ഉണ്ണിയെയൂട്ടിയ നന്മയാണെന്നുമെന്നമ്മ. പനി പിടിച്ചെന്തിനോ വാവിട്ടു കരയുന്ന നേരത്തു ജീവനായമ്മ. സ്നേഹം പകുത്തിയിടും നേരത്തു കൈവിറയ്ക്കാത്തൊരു വാത്സല്യമമ്മ.
മാനത്തു താരക പൂക്കൾ വിരിഞ്ഞതു കാണിച്ചു തന്നതാനമ്മ. പണിയെടുത്തിട്ടും തളർന്നിരോ എപ്പോഴും നടുനിവർത്താത്തതെൻ്റമ്മ. അമ്മയ്ക്കു തുല്യമീ അമ്മ മാത്രം എന്നു പറയാതെ അറിയിച്ചൊരമ്മ. എന്നെ ഞാനാക്കി മാറ്റിയോരമ്മ. എന്നെ ഞാനാക്കി മാറ്റി എൻ്റമ്മ. എന്നെ ഞാനാക്കി മാറ്റിയോരമ്മ. എന്നെ ഞാനാക്കി മാറ്റി എൻ്റമ്മ. താങ്ക് യു മാം. Okay. So once again, good morning to all. Yeah. Chinese ഭയങ്കര സീനായിരുന്നു കേട്ടോ. കുഴപ്പമില്ല. അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇമോഷണലി കണക്റ്റഡ് ആണ് അല്ലെ? ഓക്കെ, അപ്പോ എന്തായാലും കൊള്ളാം. എന്തായാലും റീജുവിന്റെ തോട്ടൊക്കെ കൊള്ളാം കേട്ടോ. ഇൻഫർമേഷൻസ് ഒക്കെയാണ്, അതൊക്കെ ഇഷ്ടമാണ്. താങ്ക് യു മിസ്സേ. പഴംപൊരി എന്നൊക്കെ മാറിയല്ലോ, അതെന്നെ ഭാഗ്യം. പഴംപൊരി പിന്നെ എന്തായിരുന്നു? അത് ഒന്നും കിട്ടുന്നില്ല മിസ്സേ, അതുകൊണ്ട് എങ്ങനെയെന്ന് പറഞ്ഞു വന്നു. ഇൻഫർമേഷൻസ് കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ല, പഴംപൊരി കുറച്ച് കൂടിപ്പോയി, ആർക്കും അറിയാത്തൊരു കാര്യമായിരുന്നല്ലോ അല്ലെ? മിസ്സിന്റെ മോട്ടിവേഷൻ കാരണം എടുത്തങ്ങ് കാച്ചൽ തന്നെ ഓരോന്നല്ലാണ്ട്. ഓക്കെ, പിന്നെന്താണ്? എന്തെങ്കിലും വിശേഷം? എന്നെനിക്ക് പ്രത്യേകിച്ച് എടുക്കാനില്ലാന്നേ. ഞാൻ അത്ര സ്പീഡിൽ എങ്ങോട്ടാണ് പോകുന്നല്ലേ? അത്ര സ്പീഡൊന്നും ആവശ്യമില്ല. അഡ്ജക്റ്റീവും ആഡ്വർബും കഴിഞ്ഞ് കമ്പയർ ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം, അത്രയേ ഉള്ളൂ. ഓക്കെ, അഡ്ജക്റ്റീവും ആഡ്വർബും. അഡ്ജക്റ്റീവ് ഞാൻ എടുത്തല്ലേ? അല്ല, ഞാനല്ലേ എടുത്തത് ക്ലാസ്? ആണോ, നിങ്ങളാണോ? അഡ്ജക്റ്റീവ് മാം അടുത്തത്. ഞാൻ എടുത്തു. എന്തോ നൗൺ, നൗൺ ഫ്രേസ്, നൗൺ ക്ലോസ്. നൗൺ നമുക്ക് ലാസ്റ്റ് വെക്കാം. അല്ലെങ്കിൽ ഇപ്പോ അഡ്ജക്റ്റീവ് ആഡ്വർബ് നിങ്ങൾ ഓക്കെ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു നൗണും കൂടെ എടുക്കുമ്പോ ഫുള്ള് പഠിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ, സമാധാനം നമുക്ക് എടുക്കാം. ഓക്കെ, അഡ്ജക്റ്റീവ് വെർബും അതുപോലെ അഡ്വർബ് ക്ലോസും അതുപോലെ അഡ്വർബ് ഫ്രേസ് ഒക്കെ ഒന്ന് ഒറ്റടിക്കൊന്നും എല്ലാം ഒന്ന് പറഞ്ഞു തരുമോ? സിമ്പിൾ ആയി എന്ന് അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അഡ്ജക്റ്റീവ് എന്താണ്? അഡ്ജക്റ്റീവ് ഒരു വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു അനിമലിനെ കുറിച്ചോ എന്തിനെ കുറിച്ചോ അല്ലെ? അത് നൗണോ പ്രോണോണോ? നൗണും പ്രോണോണോ പഠിച്ച ഒരാൾക്ക് ഞാനിപ്പോ അത് പറയുമ്പോ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നൗണിനെ കുറിച്ചോ പ്രോണോണിനെ കുറിച്ചോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ഇനി ഒന്നിൽ കൂടുതൽ സെന്റൻസ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വേർഡ്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. ക്ലിയർ? ഇനി ആഡ്വർബിലേക്ക് വരാണെങ്കിൽ പറയുന്ന ആ ഒരു നൗൺ അല്ലെ, നൗൺ അല്ലെങ്കിൽ പ്രോണൗൺ ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ചായിരിക്കും പറയാം. അതാണ് എന്റെ ആഡ്വർബ്. അത് ഒന്നിൽ കൂടുതൽ വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് പറയുന്നതെങ്കിൽ അത് ആഡ്വർബ് ഫ്രേസ് ആണ്. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ എന്നെ കുറിച്ച് പറയുമ്പോൾ അഡ്ജക്റ്റീവും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ച് പറയുന്നത് അഡ്വർബും ആണ്. ഇത് രണ്ടും ഒന്നിൽ കൂടുതൽ വേർഡ്സ് യൂസ് ചെയ്ത് പറയുമ്പോൾ അഡ്ജക്റ്റീവ് ഫ്രേസും ആകും, ആഡ്വർബ് ഫ്രേസും ആകും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ആൻഡ് അഡ്ജക്റ്റീവ് ക്ലോസ്. ക്ലോസിലേക്ക് വരുന്നത് നിങ്ങൾ ക്ലോസും ഇപ്പൊ പറയുന്ന ആഡ്വർബ് ക്ലോസും വളരെ ക്രിട്ടിക്കൽ ആയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം ഈ സെന്റൻസ് തരുമ്പോൾ മീനിങ് കൺവേ ആകുന്നുണ്ടോ നോക്കാം. ഓക്കെ, മീനിങ് കൺവേ ആകുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആണ് അത് പറയുന്ന അല്ലെങ്കിൽ ആ സെന്റൻസ് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നതെന്നൊക്കെ അറിയാൻ പറ്റും അല്ലെ? ഇപ്പോ നൗണിനെ കുറിച്ചിട്ടാണോ അല്ലെങ്കിൽ വേർബിനെ കുറിച്ചിട്ടാണോ പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ തന്നെ പകുതി പണി കഴിഞ്ഞു. അതൊക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതറിയാം, ക്ലോസ് ആയിരിക്കും. അത്രയേ ഉള്ളൂ. എക്സാമ്പിൾസിലൂടെ പഠിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ടൈപ്പ് ചെയ്യണോ പറഞ്ഞു തരണോ? പറഞ്ഞാ മതി മിസ്. സമാധാനം. അഞ്ച് റേഞ്ച് വന്നു. ഞാൻ നല്ല നല്ല കാര്യങ്ങൾക്ക് മാത്രം റേഞ്ച് വരാറുള്ളൂ അല്ലെ അൻസി? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ടൈപ്പ് ചെയ്യണോ? ഓക്കെ, ടൈപ്പ് ചെയ്യാം. ചിലപ്പോൾ ക്ലിയർ ആയില്ലെങ്കിലോ.
ആദ്യം എഴുതിയെടുക്കൂ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് എഴുതിയെടുക്ക, അതിനുശേഷം നമുക്ക് ആൻസർ പറയാം. The people who live next door are good neighbors. The game which was played yesterday ended in a tie. Before dinner, I went for a walk. She studied hard so she could pass the test. Okay. Adjective, clause, and adverb clause. Can you identify? കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഇനി 1, 2, 3, 4. ഓക്കെ, ഇങ്ങനെ നമ്പർ ഇട്ടിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് എന്താണോ അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യും. ആരും പറയണ്ട, ടെക്സ്റ്റ് ചെയ്യും. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണം. ക്ലാസ്സിൽ അറൌണ്ട് 1980 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, സോ എല്ലാവരും ടെക്സ്റ്റ് ചെയ്തേ. 1 ഏതാണ്, 2 ഏതാണ്, 3 ഏതാണ്, 4 ഏതാണ്, 3 മതി. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂട്ടോ. അതിനുശേഷം മാത്രമേ ഞാൻ പറയുള്ളൂ. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം. ഏത് ഓപ്ഷൻസ്? അഡ്ജക്റ്റീവ്, ആഡ്വർബ്, ആഡ്വർബ് ഫ്രേസ്. പിന്നെ പഠിച്ചത് മാത്രം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നോക്കൂ. ഓക്കെ, ടെക്സ്റ്റ് ചെയ്യൂട്ടോ എല്ലാവരും. മിസ്സേ, എനക്കൊന്നും തോന്നുന്നില്ല. ഓക്കെ, ബാക്കി എല്ലാവരും ടെക്സ്റ്റ് ചെയ്യും. റേജിനോട് ഞാൻ പറഞ്ഞുതരാം. ബാക്കി എല്ലാവർക്കും പറഞ്ഞുതരാം കേട്ടോ. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണേ. കൺഫ്യൂസിങ് ആകണ്ട. എല്ലാവരും ഇല്ല. ആഡ്വർബ് ക്ലോസ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ക്ലോസ്, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. ഒരുപാട് നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഓക്കെ, ഇത് രണ്ടിലായിരിക്കും.
അത് മാത്രം നോക്കിയിട്ട് എനിക്ക് ആൻസർ ചെയ്ത് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, then I'll be back. Okay. ഡൗട്ട് ഉണ്ടെങ്കിലും എന്താണെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ എന്തായാലും ടെക്സ്റ്റ് ചെയ്യൂ. അതിനുശേഷം എല്ലാവരും ടെക്സ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ഞാൻ ആൻസർ പറയൂ. പിന്നെ ക്ലാരിഫിക്കേഷൻ എക്സ്പ്ലനേഷൻ ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ആദ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയാ. ഓക്കെ, അതുകൊണ്ട് ടെക്സ്റ്റ് ചെയ്യാൻ ആരും പഠിക്കണ്ട, ടെക്സ്റ്റ് ചെയ്തേ പറ്റും. തെറ്റിക്കോട്ടെ, ഞാൻ പഠിപ്പിച്ചിരിക്കും. ഓക്കെ, ഞാൻ ടെൻഷൻ വേണ്ട. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓക്കെ പറയുന്നുണ്ട്. അപ്പൊ ടെക്സ്റ്റ് ചെയ്യൂട്ടാ.
ഓക്കെ, ഞാൻ പേര് ടെക്സ്റ്റ് ചെയ്യാനല്ല കേട്ടോ പറഞ്ഞത്. ഇപ്പോ നമ്മൾ ആൻസർ ചെയ്യില്ലേ, 1 ഇതാണ് 2 ഇതാണെന്ന് ആൻസർ ചെയ്തില്ലേ, അതേപോലെ എഴുതാനാട്ടോ പറഞ്ഞേ. അതേപോലെ എല്ലാവരും ആൻസർ ടെക്സ്റ്റ് ചെയ്യാനാട്ടോ പറഞ്ഞത്. ക്ലിയർ ആയോ? ഇപ്പോ ഫസ്റ്റ് സെന്റൻസ് ഏതാണ്? അഡ്ജക്റ്റീവ് ക്ലോസ് ആണോ ആഡ്വർബ് ക്ലോസ് ആണോ? ഓക്കെ, ഇപ്പോ ഫസ്റ്റ് ഏതാണ്? ചിലപ്പോ ആഡ്വർബ് ക്ലോസ് ആയിരിക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് വൺ അഡ്ജക്റ്റീവ്. അപ്പൊ നിങ്ങളുടെ ആൻസർ എന്താണോ അത് ടെക്സ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത് കേട്ടോ. ക്ലിയർ ആയോ എല്ലാവർക്കും? റെസ്പോണ്ട് ചെയ്യൂ, മനസ്സിലായോ ഞാൻ പറഞ്ഞത്? യെസ് മാം, മനസ്സിലായി. Yes, ma'am. ടൈപ്പ് ചെയ്യാം. ഓക്കെ. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ, എല്ലാവരും. എന്നാൽ മാത്രമേ ഞാൻ ആൻസർ പറയൂ. എത്ര ടൈം എടുത്താൽ നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ഞാൻ പറയൂ കേട്ടോ.
ഓക്കെ, അപ്പൊ ഇത്രയും പേര് ടെക്സ്റ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി ആർക്ക് അറിയില്ല എന്നാണോ പറയുന്നത്? റെസ്പോണ്ട് ചെയ്യൂ. എന്താ മിസ്സേ? കുറച്ച് പേര് മാത്രമേ ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളൂ, അതായത് പകുതി പേര് മാത്രം. ബാക്കി പകുതി ടെക്സ്റ്റ് ചെയ്തിട്ടേ ഇല്ല. അവർക്ക് അറിയോ ഇല്ലയോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഡൗട്ട്സ് ഉണ്ടോ? എന്താണെങ്കിലും പറയൂ. പഠിക്കാതെ പറ്റില്ല, പഠിക്കണ്ടേ? കൺഫ്യൂഷൻ ആയിരിക്കും മിസ്സേ, നമുക്കുണ്ട് കൺഫ്യൂഷൻ. കൺഫ്യൂഷൻ ആണ്. ഓക്കെ, ബാക്കി ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ആർക്കും കൺഫ്യൂഷൻ ഇല്ല മിസ്സേ, പക്ഷേ കൺഫ്യൂമില്ല. ഓക്കെ, ഇനി ആരും ടെക്സ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. ആൻസർ നിങ്ങൾ പറഞ്ഞ ശരിയാണല്ലോ, പിന്നെന്താ കൺഫ്യൂഷൻ? ഇങ്ങനെ കണ്ടുപിടിച്ചു, അത് പറയൂ, കേൾക്കട്ടെ. ഇങ്ങനെ കണ്ടുപിടിച്ചേ? ഞാൻ അന്ന് കുറെ ക്ലാസ് എടുത്തല്ലോ മിസ്സേ. ഫസ്റ്റ് രണ്ടെണ്ണം അഡ്ജക്റ്റീവ് നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ്. സെക്കൻഡ് വേർബിനെ വിശേഷിപ്പിക്കുന്നു. ബേബിനെ കുറിച്ച് പറയുന്നു. ഞാൻ ഫസ്റ്റ് സെക്കൻഡും എന്താ ഇപ്പൊ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്തിക്കണേ, പിന്നെ റിലേറ്റീവ് പ്രൊനൗൺസ് ഉണ്ടോ നോക്കി. മിസ്സേ നീ കോപ്പി അടിച്ചില്ലേ? എന്തോ കോപ്പി റിജു കോപ്പി അടിച്ചാണ് അല്ലേ? മിസ്സേ എനിക്ക് അപ്പോഴേ മനസ്സിലായി. റിജുവിനെ ഞാൻ ഇന്നലെ പഠിപ്പിച്ചിട്ട് വിടുള്ളൂ കേട്ടോ, അത് ഉറപ്പാണ്. ഞാനും പഠിച്ചിട്ടാ പോവുള്ളൂ. ആ അതെ, റിജുവിന് ഇപ്പൊ ഞാൻ പറഞ്ഞായിരുന്നില്ല, ടെൻസ് പഠിക്കുമ്പോ ക്ലിയർ. ഓക്കെ, അതിനുശേഷം ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾ പറയൂലെന്ന് അറിയാലോ. അപ്പൊ റിജു അവിടെ നിൽക്കട്ടെ, റിജുവിനെ ഞാൻ പിന്നെ പിടിച്ചോളാം. ഓക്കെ, ബാക്കി എല്ലാവരും കൂടി പറയാണ്. നമ്മൾ സെന്റൻസ് വായിക്കുമ്പോ നിങ്ങൾക്ക് മീനിങ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. മീനിങ് മനസ്സിലാക്കുമ്പോ തന്നെ അറിയാൻ പറ്റും അത് എന്താണ്. അപ്പൊ എക്സാമിന് ക്വസ്റ്റ്യൻ ബാങ്കിങ് ഇങ്ങനെ വരുള്ളൂ കേട്ടോ. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് അഡ്ജക്റ്റീവ് ക്ലോസ് എന്നായിരിക്കും ചോദിക്കുക. 4 ഓപ്ഷൻസ് തരും, അതിൽ ഇത് കണ്ടുപിടിക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണല്ലോ, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പൊ കൺഫ്യൂഷൻ മാറിയോ? യൂണിറ്റ് 6 and 8 ഇത് രണ്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, ഇനി കൺഫ്യൂഷൻ ഉണ്ടോ? ക്ലിയർ ആയോ? ഓക്കെ, ആഡ്വർബ് ക്ലോസില് സബോർഡിനേറ്റ് കൺജക്ഷൻ വരുന്നു, അതിൽ തന്നെയല്ലേ അഡ്ജക്റ്റീവ് ക്ലോസിൽ തന്നെ. അങ്ങനെ നോക്കാം, പക്ഷെ ഞാൻ ചെയ്യുന്നത് സെന്റൻസ് ആഡ്വർബിനെയും അല്ലെങ്കിൽ വെർബിനെയും ബേസ് ചെയ്തിട്ടാണോ നോക്കുള്ളൂ. ഞാൻ നോക്കും, അല്ലെങ്കിൽ സബോർഡിനേറ്റ് കൺജക്ഷൻ നോക്കാം, ഓരോരുത്തർ ഇഷ്ടമാണ്. വെർബിനെ ബേസ് ചെയ്താണ് പറയുന്നെങ്കിൽ അത് ഓൾറെഡി ക്ലോസ് ആണ്. അത്രയേ ഉള്ളൂ. കാരണം നമുക്ക് കൺഫ്യൂസിങ് ആക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല എക്സാമിന്. ഒരു സെന്റൻസ് തന്നിട്ട് അത് ആഡ്വർബ് ക്ലോസ് ആണോ അഡ്ജക്റ്റീവ് ക്ലോസ് ആണോ എന്ന് ചോദിക്കോ? ഒരു സെന്റൻസ് തന്നിട്ട് അങ്ങനെ വരുമ്പോഴും നമുക്ക് അത് നൗണിന് ഒരു സെന്റൻസ് തന്നിട്ട് ചിലപ്പോൾ അണ്ടർലൈൻ ചെയ്യും, ഏതെങ്കിലും ഒരു പോർഷൻ അണ്ടർലൈൻ ചെയ്തിട്ട് ഐഡന്റിഫൈ ദ അണ്ടർലൈൻ പാർട്ട് എന്ന് ചോദിച്ചിട്ട് 4 ഓപ്ഷൻസ് വരും. അതിൽ ചിലപ്പോൾ അഡ്ജക്റ്റീവ് ഉണ്ടാവില്ല. അഡ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ആഡ്വർബ്, അതായത് ആൻസർ വരുന്നത് അഡ്ജക്റ്റീവിനെ കുറിച്ചിട്ടാണെങ്കിൽ ഓപ്ഷൻസിൽ ആഡ്വർബ് ആയിരിക്കും വരാം. അഡ്ജക്റ്റീവിനെ കുറിച്ച് ചോദിക്കുക, കാരണം അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അഡ്ജക്റ്റീവ് ഫ്രേസ് ആണോ ക്ലോസ് ആണോ എന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ അങ്ങനെ ഓപ്ഷൻ തരില്ല. അതായത് ആൻസർ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അഡ്ജക്റ്റീവ് ആണ് എങ്കിൽ അഡ്ജക്റ്റീവിനെ കണക്ട് ചെയ്ത് വരുന്ന ഒരു ഓപ്ഷനും നിങ്ങൾക്ക് തരില്ല. ആ ആൻസർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എക്സാമിനെ കുറിച്ച് ഓർത്ത് ആരും പേടിക്കണ്ട. എക്സാം വളരെ സിമ്പിൾ ആയിരിക്കും. കാര്യം പറഞ്ഞിട്ടാ മിസ് ഇപ്പൊ 4 എക്സാമ്പിൾ തന്നില്ലേ, അതിന്റെ ആൻസർ നമ്മൾ ടൈപ്പ് ചെയ്തു. അപ്പൊ മിസ് ഒന്ന് അത് എങ്ങനെയാണ് അങ്ങനെ വന്നതെന്നൊന്ന് പറയോ? എന്തെന്ന് വെച്ചാൽ ഈ ലൈവ് ക്ലാസ് അല്ലാത്തവർക്ക് ഗ്രൂപ്പിൽ കുറെ പേര് കൺഫ്യൂഷൻ ആയിട്ട് ആകെ തലയ്ക്കില്ലാതെയൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ.
Okay, clear. പറയാം. First one, the people who live next door are good neighbors. ഇവിടെ പറയുന്നത് ആ നൈബേഴ്സിനെ കുറിച്ചിട്ടാണ് അല്ലെ. ഇവിടെ കുറച്ചു പേര് താമസിക്കുന്നുണ്ട്, അടുത്ത് താമസിക്കുന്നുണ്ട് എന്നാ പറയുന്നത്. അവര് നല്ല നൈബേഴ്സ് ആണ് എന്നാ പറയുന്നത്. അവിടെ വെർബോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. അത് അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് ആണെന്ന് വെച്ചാൽ അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. അവിടെ റിലേറ്റീവ് പ്രൊനൗൺ ഹൂ യൂസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ആ സെന്റൻസ് പറയുന്നത് ഒരു നൗണിനെ കുറിച്ചിട്ടാണ്. ഓക്കെ. And the second one is also adjective clause. The game which was played yesterday entered in a tie. ആ ഗെയിമിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ഒരു ഗെയിം നടന്നു, അത് അവസാനിച്ച ടൈമിലാണ്. ഗെയിമിനെ കുറിച്ചാണ് പറയുന്നത്. ഗെയിം ഈസ് ഓൾസോ നൗൺ. ഓക്കെ. അപ്പൊ നൗണിനെ മോഡിഫൈ ചെയ്തു അല്ലെ. നൗണിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ കാര്യങ്ങൾ പറയുന്നത് ആ സെന്റൻസിൽ. സോ അത് മാത്രമല്ല റിലേറ്റീവ് പ്രൊനൗൺ ആയ which ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ വി ക്യാൻ സേ that is adjective clause. And the third one is before dinner I went for a walk. ഡിന്നറിന് മുൻപ് ഞാൻ നടക്കാൻ പോയി. പോക്കുക അതൊരു വെർബാണ് അല്ലെ. അവനെ കുറിച്ചാണോ എന്ന് ചോദിച്ചാൽ അവൻ ചെയ്ത പ്രവൃത്തിയെ കുറിച്ചാണ് പറഞ്ഞത്. വെർബിനെ കുറിച്ചാണ്. ഒരു വെർബ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് adverb clause ആണ്. അതുപോലെ തന്നെ before എന്ന് പറയുന്ന സബോർഡിനേറ്റ് കൺജങ്ഷൻ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. Okay, and the last one is that she studied hard so she could pass the test. She studied hard so she could pass the test. അവിടെ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ അവർക്ക് പാസ്സാകാമായിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ പഠിക്കുക എന്ന് പറയുന്ന വെർബിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. സോ ദാറ്റ്സ് adverb clause. ഇത്രയും ഈസി ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ. അപ്പോ 2 ചാപ്റ്റർ കംപ്ലീറ്റ് ആയല്ലോ. ഇനി നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനല്ല ക്ലാസ് എടുത്തത്. ഒരു ചാപ്റ്റർ ഞാനല്ല ക്ലാസ് എടുത്തത്. ഓക്കെ, ഞാൻ ഇങ്ങനെയായിരിക്കും പഠിപ്പിക്കുന്ന. പക്ഷെ നിങ്ങള് സബോർഡിനേറ്റീവ് കൺജങ്ഷനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നല്ല കാര്യമാട്ടോ, അങ്ങനെ പറയുന്നത് നല്ലതാണ്. ഒരുപാട് കാര്യങ്ങൾ അറിയണം. ഇംഗ്ലീഷ് നമുക്ക് ഈ പറയുന്ന 10 മാസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇമ്പോസിബിൾ. ഓക്കെ, പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ ബേസിക് ആയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ സിലബസിൽ അല്ലാത്തതും കുറച്ചൊക്കെ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കും, ടൈം കിട്ടുവാണെങ്കിൽ മാത്രം. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ. പഠിക്കുന്ന ടൈമിൽ എക്സാമിനെ കുറിച്ച് ഒരു ടെൻഷൻ അടിക്കാൻ പാടില്ല. ദയവ് ചെയ്താലും ടെൻഷൻ അടിക്കണ്ട. എക്സാം വരുമ്പോ എല്ലാ ടീച്ചേഴ്സും അതിനനുസരിച്ച് നിങ്ങളോട് വന്ന് സംസാരിക്കുന്നതായിരിക്കും. ഇമ്പോർട്ടന്റ് പോർഷൻസ് ആണെങ്കിലും എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ടീച്ചേഴ്സിനോട് എനിക്ക് ചോദിക്കണ്ട. മറ്റു ടീച്ചേഴ്സിന്റെ കാര്യമില്ല, പോട്ടെ, അവരെന്തൊക്കെയാ പറയുന്നത് എനിക്കറിയില്ല. സോ എന്റെ കാര്യത്തിൽ ഞാൻ പറയാണ്, ഞാൻ എക്സാമിന് മുൻപായിട്ട് തന്നെ ഇമ്പോർട്ടന്റ് പോർഷൻസ് ഏതൊക്കെയാണ്, നിങ്ങൾക്ക് ഏതൊക്കെ എക്സ്പെക്ട് ചെയ്യാമെന്ന രീതിയിൽ ഒരു എന്നൊരു ക്ലാസ് എക്സാമിന് മുൻപ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനിടയിൽ മിസ് എക്സാമിൽ അങ്ങനെ വരുമോ ഇങ്ങനെ വരുമോ ടെൻഷൻ അതാണ് ഇതാണെന്നൊന്നും നിങ്ങൾ പറയണ്ട. കാരണം ഇംഗ്ലീഷ് എക്സാം അത്രയും സിമ്പിൾ ആയിരിക്കും, അത് ഷുവർ ആണ്. ഇംഗ്ലീഷിന് ആരും തോറ്റുപോയില്ല, അതും ഷുവർ ആണ്. ഓക്കെ, നന്നായിട്ട് എന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാണ്. ഞാൻ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 60 above എങ്കിലും ഞാൻ ഉറപ്പ് തരാം. പോരെ, അത്രയും മതിയാവോ? നീ 100 വേണമെന്ന് പറയരുത്. 100 ഒന്നും നമുക്ക് ആവശ്യമില്ല. എന്തിനാ 100? ആ ഒരു മണിക്കൂർ കൊണ്ടാണ്. ഇപ്പൊ 100 മാർക്കുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ സമയത്ത് നിങ്ങളുടെ മൈൻഡ് ശരിയല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന ആൻസർ തെറ്റാണെങ്കിൽ 100 കിട്ടില്ല. അതിനർത്ഥം നിങ്ങൾ ഈ പഠിച്ച മുഴുവനും നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല, ഇത്രയും മാസം നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല എന്നല്ല. മാർക്കൊന്നൊന്നുമല്ല നീ. പക്ഷെ ഇംഗ്ലീഷ് പഠിക്കണം. ഇംഗ്ലീഷ് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരാളെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റണ്ടേ? അല്ലെങ്കിൽ ഒരു കോൺഫിഡന്റ് ആയിട്ട് അത് ഫേസ് ചെയ്യാൻ പറ്റണ്ടേ? ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമുക്ക് കിട്ടും. അത് മാത്രമല്ല എക്സാമിന് സിമ്പിൾ ആയിരിക്കും. ഇത്രയൊക്കെ പോരെ, ഇത്രയൊക്കെ ഞാൻ പറഞ്ഞാൽ പോരെ. ഇനി അതിനിടയിൽ മിസ് എങ്ങനെയാണ് എക്സാം, അതാണ് ടെൻഷനാണ്, അതൊന്നും പറയണ്ട. ടൈം ആവട്ടെ, ടൈം ആകുമ്പോ എല്ലാം സെറ്റാക്കി തരാം. ഓക്കെ, അഡ്ജക്റ്റീവ് ക്ലോസിന്റെ കുറച്ച് എക്സാമ്പിൾസും കൂടി ഒന്ന് പറയാവോ? കാരണം ആഡ്വർബ് ക്ലോസ് ഒരുപാട് എക്സാമ്പിൾസ് കിട്ടിയ അഡ്ജക്റ്റീവ് ക്ലോസ് കുറച്ച് എക്സാമ്പിൾസും കൂടി തന്നാൽ നല്ലതായിരുന്നു. ഓക്കെ, അത് പറഞ്ഞപ്പോഴാണ് നിങ്ങള് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നേ. ഇനിയിപ്പോ അഡ്വർബിന്റെ മോക്ക് ടെസ്റ്റ് വേണമെങ്കിൽ ഒന്ന് അപ്ലോഡ് ചെയ്യാലോ അല്ലെ?
ചെയ്യാം. നിങ്ങളുടെ ഗ്രൂപ്പ് ഒക്കെ ആക്റ്റീവ് ആണ്? ആക്റ്റീവ് ആണ്. റെക്കോ ക്ലാസ് കേൾക്കുന്നവർ നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ടോ? അഞ്ച് പറഞ്ഞപ്പോഴാണ് റെക്കോ ക്ലാസ് കേൾക്കുന്നവർക്ക് ഞാൻ ഈ ടെക്സ്റ്റ് ചെയ്യുന്ന മെസ്സേജസോ കാര്യങ്ങളൊന്നും അവർ കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് അഡ്ജക്റ്റീവിനെ കുറിച്ചും അഡ്വർബിനെ കുറിച്ചും കുറെ ഒരുപാട് എക്സാമ്പിൾസ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരണം. ഓക്കെ, അത് ഞാൻ പറയാനായിരുന്നു. കാരണം നമ്മൾ സ്വയം പഠിക്കുമ്പോ ഒരിക്കലും മറക്കില്ല. അപ്പൊ ഞാൻ കുറച്ച് 2 എക്സാമ്പിൾ ഞാൻ തന്നുള്ളെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്തു. അതിനർത്ഥം നിങ്ങൾക്കത് അറിയാം. പിന്നെ നിങ്ങൾക്ക് തന്നെ സംശയമാണ്, അയ്യോ എനിക്കത് അറിയോ, എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ടാണ്. ആ ഡൗട്ട് വേണ്ട. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് രണ്ടും അറിയാം, രണ്ടും ക്ലിയർ ആണ്. പിന്നെ ബുദ്ധിമുട്ട് തോന്നുന്നത് വെച്ചാൽ ചിലപ്പോ ആ പറയുന്ന തന്ന സെന്റൻസിന്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് വരും. അങ്ങനെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻസ് എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അതും ക്ലിയർ ആണ്. കാരണം ഇതൊരു ബേസിക് ആണ്. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷില് അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ലൈഫിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ പോലും ഈ ആഡ്വർബോ അഡ്ജക്റ്റീവ് ക്ലോസോ അഡ്വർബ് ക്ലോസോ ഒന്നും തന്നെ യൂസ് ചെയ്യാറില്ല. മനസ്സിലായോ? ഇത് അറിഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മളിതൊന്നും ഉപയോഗിക്കാറില്ല. അതായത് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇത് ഏറ്റവും ഒരു മൈനർ പോർഷനാണ്, വളരെ ചെറിയൊരു പോർഷനാണ്. ഇതിലും വലുത് വരാനിരിക്കുന്നേ ഉള്ളൂ. ഇമ്പോർട്ടന്റ് ആയ ഇതിലും വലിയ പോർഷൻസ് വരാനിരിക്കുന്നേ ഉള്ളൂ. ഇത് വളരെ ചെറുതാണ്, ഭയങ്കര മൈന്യൂട്ടാണ്. അത് മനസ്സിലാക്കാം. ആ ഇത്രയും ചെറിയൊരു പോർഷൻ വന്നിട്ട് ഇത്രയും കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ വലുതൊക്കെ വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഓക്കെ, അപ്പോ ഇതങ്ങനെ നിൽക്കട്ടെ, ഇതിനെ കുറിച്ചൊന്നുമില്ല. ഇതിന്ന് എക്സാമിന് എന്തായിരിക്കും? ഇതിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ക്വസ്റ്റ്യനോ 1-2 ക്വസ്റ്റ്യൻ മാത്രമേ ഈ ചാപ്റ്ററിന് വരൂ. എങ്ങനെ വന്നാൽ അത്രയും ചോദിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം അതിന് ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റേഴ്സ് അവിടെ ഉണ്ട്. അതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും, ഒരുപാട്. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ച നൗൺ, പിന്നെ ഇതായിരുന്നു ചാപ്റ്റർ വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ്. 4 ചാപ്റ്ററേ പഠിച്ചിട്ടുള്ളൂ. ഇതില് നൗണിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മെയിൻ എക്സാമിന്. ടേമിന് ഇംഗ്ലീഷ് 10 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അതാദ്യം മനസ്സിലാക്കണം കേട്ടോ. ടേം 1 ആൻഡ് ടേം 2 ഇംഗ്ലീഷ് 10 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. മെയിൻ എക്സാമിനാണ് 50 ക്വസ്റ്റ്യൻ വരാം. സെപ്പറേറ്റ് എക്സാം ആണ്, 50 ക്വസ്റ്റ്യൻ ഉണ്ടാകും, 100 മാർക്കിലായിരിക്കും. ഓക്കെ, അപ്പൊ മെയിൻ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ അതിപ്പോ പറയേണ്ട ഒരു ആവശ്യമില്ലെങ്കിൽ പോലും നിങ്ങൾ ടെൻഷൻ ഫ്രീ ആകാൻ വേണ്ടി ഞാൻ പറയും. ഇപ്പൊ നമ്മൾ ഈ പഠിച്ച പോർഷൻ ഉണ്ടല്ലോ, അതില് നൗണിന്ന് അത്യാവശ്യം ഒരു 5 ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം. നൗൺ. വെർബിന് ഒരു 2 ക്വസ്റ്റ്യൻ, അഡ്ജക്റ്റീവിന് 2, ആഡ്വർബിന് 2, ഇത്രയേ ഉള്ളൂ. ഇനി ടെൻസ് ഉണ്ട്. ടെൻസിനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ വരും. ടെൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്, പ്രപ്പോസിഷൻ ഉണ്ട്, ഡയറക്ട് സ്പീച്ച് ഉണ്ട്. ഇതൊക്കെയാണ് കുറെ ചോദിക്കാനുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞു വന്ന് മനസ്സിലായോ? ചെറിയ ക്വസ്റ്റ്യൻ ആണ്, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ടെൻഷൻ എടുക്കണ്ട, കൂളായിട്ട് വെറുതെ ഇതൊക്കെ ഇങ്ങനെ കുറെ എക്സാമ്പിൾസും അതൊക്കെ ചെയ്ത് കൺഫ്യൂഷൻ ആക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഞാൻ ഒരുപാട് കുറെ എക്സാമ്പിൾ ആയിട്ട് വരാം. വേണോ? ഒപ്പീനിയൻ പറയൂ. വേണ്ട മിസ്സേ, ഇത്ര മതി. ചിലത് നമ്മൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുമ്പോൾ ഓക്കെയാണ്. പക്ഷെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കൺഫ്യൂഷൻ. കാരണം നിങ്ങൾ ബിഗിനേഴ്സ് ആണ്. ബിഗിനേഴ്സ് ആകുമ്പോൾ നമുക്ക് സിമ്പിൾ മാറ്റി. പക്ഷെ നിങ്ങൾ ഇപ്പൊ അത്യാവശ്യം ഇംഗ്ലീഷ് ഗ്രാമേഴ്സ് ഓൾറെഡി അറിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ പഠിക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടാകുകയും ചെയ്യും. അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും. പക്ഷെ ഇപ്പോ അങ്ങനെ ഒരു കണ്ടീഷനല്ല ആരും. അതുകൊണ്ടാണ് ഞാൻ കുറെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയാൻ പറ്റും. അത്രയും മതി, അത്രയും അവസാനിപ്പിക്കുക. ബാക്കി പഠിക്കുക. ഒരുപാട് പഠിച്ചു വരുമ്പോഴേക്കും ഇംഗ്ലീഷ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട് വരും. ആ ടൈമിൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണം തോന്നുമ്പോൾ നിങ്ങൾ പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാനും പറ്റും. ഓക്കെ, തുമ്പിനെ കൊണ്ട് നമുക്ക് ചെറിയ കല്ലെടുപ്പിക്കുക. വലിയ കല്ലെടുക്കാൻ പറയാൻ പറ്റുമോ? അത് വലിയ തുമ്പി ആവുകയാണെങ്കിൽ നമുക്ക് വലിയ കല്ലെടുക്കാം, അല്ലേ? അത്രയേ ഉള്ളൂ കേട്ടോ. ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ പുതിയ ആവട്ടെ, എന്നാൽ നമുക്ക് വലിയ കല്ലെടുക്കാം. ഓക്കെ,
ഇനി എനിക്ക് മടിയാണ് അയ്യോ മിസ്സിന് എക്സാമ്പിൾ തരാൻ ബുദ്ധിമുട്ടാണെന്നൊന്നും ചിന്തിക്കുക കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ബാക്കി ഓക്കെ ആണ്. എക്സാമ്പിൾ വേണമെന്നാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കുഴപ്പമൊന്നുമില്ല. മിണ്ടത്തില്ല. എന്താണ് മിണ്ടാത്തത്? പറയോ? ഇതേപോലെ കുറച്ചുകൂടി എക്സാമ്പിൾ തരികയാണെങ്കിൽ മനസ്സിലായി. ഇതേപോലെ 4 എക്സാമ്പിൾ ടീച്ചർ തരികയാണെങ്കിൽ ഓക്കെ എഴുതോളൂ. ഇപ്പൊ തരാം. Adjective and adverb. Clause ആണ് കേട്ടോ. വേറെ എക്സാമ്പിൾസ് ഒന്നുമില്ല. ക്ലോസ് മതിയല്ലോ. മിക്സ് ചെയ്യണോ? മിക്സ് ചെയ്തിട്ട് കൺഫ്യൂഷൻ ആണെന്ന് എന്നോട് പറയുന്നുണ്ടോ? ഓക്കെ. സംസാരിക്കാനാണോ അറിയാ? She walked like an old lady. She walked like an old lady. His father died when he was a child. I can't remember how much it cost. The orange that she got was delicious. The scientist who devised this method. Fruit that is grown organically expensive. She will always remember the day when the accident happened.
The car that I bought yesterday. The fast car raced down the road. Her hair was silky and smooth. We ran down the hill as fast as we could. I always feel happiest during the summer. Okay? Very good. Okay, ready കഴിഞ്ഞോ? Yeah. ഇനി ചെക്ക് ചെയ്യാനുള്ള ടൈം ഇല്ല. 12:26 ഇത് എഴുതിയെടുക്കൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ പറയൂ കേട്ടോ. ഇതില് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ പറയാന്ന് വെച്ചാൽ എന്തെങ്കിലും ഉണ്ടാവില്ല നോട്ട്സ്. ഇതില് കണ്ടുപിടിക്കാൻ പറ്റും നോക്കൂ. ഇതില് adjective clause ഉണ്ട്, adverb clause ഉണ്ട്, adjective phrase ഉണ്ട്, adverb phrase ഉണ്ട്. ഓക്കെ, ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന നോക്കൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് വരാണെങ്കിൽ you can ask me. Okay, clear? Okay. അപ്പൊ പിന്നെന്താ, സമയമില്ല കേട്ടോ. സോ എങ്ങനെയുണ്ട്? ഹൗ ഡു യു ഫീൽ നൗ? അറിയൂ, എന്താണ് ഇപ്പൊ സിറ്റുവേഷൻ? എന്താണ്? ഓക്കെ ആണോ? എല്ലാവരും ഹാപ്പി ആണോ?
സബ്ജക്റ്റീവ് വൈസ് അല്ലാണ്ടോ ഞാൻ ഹാപ്പി എന്ന് ചോദിച്ചാൽ അല്ലാതെ നിങ്ങൾ പൊതുവെ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാ. ഓക്കെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. ഇങ്ങനെ കേൾക്കുമ്പോ ഒരു സുഖമാണ്, സമാധാനമാണല്ലോ അല്ലെ. അങ്ങനെ ചോദിക്കാനെങ്കിൽ ആരെങ്കിലും വേണ്ടേ? എന്തോ ഡീറ്റെയിൽ. മാം ഇതിൽ ഏതൊക്കെ കണ്ടുപിടിക്കേണ്ടത്? അഡ്ജക്റ്റീവ് ഫ്രേസ്, അഡ്വർബ് ഫ്രേസ്, അഡ്ജക്റ്റീവ് ക്ലോസ്. ആഡ്വർബ് ക്ലോസ് എല്ലാം ഉണ്ട്. കണ്ടുപിടിക്കും കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ അതിനോട് പറയണം. എനിക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ചെയ്യേണ്ടത് ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ ഇതേപോലെ തന്നെ എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ട് എനിക്ക് അയക്കണം. എന്നാൽ എനിക്ക് അറിയാൻ പറ്റും. കാരണം ഞാൻ എന്റെ നോട്ട്ബുക്കിൽ ഒന്നും ഇല്ല. ഓക്കെ, ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ നോട്ട്ബുക്ക് ഇല്ല എന്റെ കയ്യിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് അറിയാൻ പറ്റില്ല, ഞാൻ നോട്ട് ചെയ്ത് വെച്ചില്ല. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്യണം. ഞാൻ വരുമ്പോഴും നിങ്ങൾ ടെക്സ്റ്റ് ചെയ്താലും മതി. ഓക്കെ, നമുക്ക് ആൻസർ പറയാം. So let's wind up this class. Sign പറയാം. Sign out പറയാം. ഇത്രയും നേരം നമുക്കിവിടെ ക്ലാസ് എടുത്ത മിസ്സിന് ഒരുപാട് നന്ദി. നമ്മുടെ ഒരുപാട് കൺഫ്യൂഷനും ടെൻഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മിസ്സിൻ ഓരോ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും നമുക്കും നല്ലതായിട്ടും മാറി നല്ലൊരു ഒരു ടീച്ചർ ആകാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം ഉണ്ടാകാറുണ്ട്. ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമെന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഇത്രയും നേരം ക്ലാസ് എടുത്ത മിസ്സിന് വളരെയധികം നന്ദി. ഓക്കെ. Okay, so thank you. ഇത്ര നേരം സഹിച്ച നിങ്ങൾക്ക് നന്ദി. Okay, so thank you all. See you next class. Okay. Thank you, ma'am. Thank you all. Bye. Thank you, ma'am.